ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ സെക്കൻഡ് ടേമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതില് ഇലക്ട്രിക് കറന്റ് എന്താണ്, ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, ഓംസ് ലോ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ടിങ് റെസിസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വീഡിയോസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് പഠിച്ചതിന് ശേഷം ഇന്നത്തെ ടോപ്പിക് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നമുക്ക് മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഓർ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ. അങ്ങനെ ഒരു ഡെറിവേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 90 to 95% എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് ഓർ പാരലൽ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് 100% എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഡെറിവേഷൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം നിങ്ങളോടൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. സംഭവം ഞാൻ ചെറുതാന്ന് പറഞ്ഞെങ്കിലും ഇത് സത്യത്തിൽ ചെറിയ കാര്യമില്ല കേട്ടോ. അൺഅക്കാഡമിയുടെ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ബോർഡ് എക്സാമിനും കോമ്പറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവര് പ്രോഡിജി എക്സാമിനേഷൻ, ടാലന്റ് റിവാർഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് 23rd of January 10 മണി മുതൽ ഒരു എക്സാം നടത്തുന്നുണ്ട്. അത് 7th മുതലുള്ള കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ദർ ഇസ് നോ ഹിഡൻ ചാർജസ് ആൻഡ് ഓൾ ഫോർ ദിസ്. നിങ്ങൾക്ക് എക്സാം അൺലോക്ക് ചെയ്യാനായിട്ട് അൺഅക്കാഡമിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജെസ്നോഫ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യാം. JESNOF എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യാം. ഈ എക്സാമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റാങ്കറിന് കിട്ടാൻ പോകുന്നത് മാക്ബുക്ക് എയർ ആണ്. നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെ റാങ്ക് കിട്ടുവാണെങ്കിൽ ആപ്പിൾ ഐഫോൺ കിട്ടും. 4ാമത്തെയോ 5ാമത്തെ റാങ്ക് ആണെങ്കിൽ ആപ്പിൾ ഐപാഡ്. 40 റാങ്കിന് ഇടയ്ക്ക് വരുവാണെങ്കിൽ ആമസോൺ എക്കോ ഡോട്ടോ, അല്ലെങ്കിൽ 100 റാങ്ക് വരെ കിട്ടുവാണെങ്കിൽ ആമസോൺ വൗച്ചേഴ്സോ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത് കൂടാതെ സ്കോളർഷിപ്പ്, അൺഅക്കാഡമിയുടെ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോപ്പ് 10 റാങ്കേഴ്സ് ആണെങ്കിൽ 100% സ്കോളർഷിപ്പോട് കൂടി സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 500 റാങ്ക് വരെ കിട്ടുന്നവർക്ക് സ്കോളർഷിപ്പ് പല രീതിയിലുള്ള 75 50 25 15% ഒക്കെ ഉള്ള സ്കോളർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എല്ലാവരും തന്നെ ഈ എക്സാം ഫ്രീ ആയിട്ടുള്ള എക്സാം ആണ്. ലെറ്റ്സ് ഗിവ് എ ട്രൈ. ചെക്ക് ഇറ്റ് ഔട്ട് വെദർ യു ആർ ഏബിൾ ടു ക്രാക്ക് ദിസ് ഓർ നോട്ട്. അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ ഡെറിവേഷനിലോട്ട് തിരിച്ചു വന്നാലോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ഡെറിവേഷൻസ് ആണ്. ഒന്നാമത്തേത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. സീരീസിൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ഓർത്ത് വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് റെസിസ്റ്റൻസ്. ഓംസ് ലോ അനുസരിച്ച് നമ്മൾ റെസിസ്റ്റൻസിന്റെ ഫോർമുല പഠിച്ചിരുന്നു, വിച്ച് ഇസ് R is equal to V divided by I. R is equal to V divided by I എന്നുള്ളതാണ് റെസിസ്റ്റൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോർമുല. ഓക്കെ, ഈ ഒരു ഫോർമുല എല്ലാവരും ഓർത്ത് വെക്കുക. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ 3 റെസിസ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. R1, R2 ആൻഡ് R3. റെസിസ്റ്ററിന്റെ സിമ്പിൾ ആണ് ഇങ്ങനെ സ്പൈക്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ട് സ്പൈക്സ് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്നും വരച്ചു വെക്കരുത് റെസിസ്റ്റൻസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ R1, R2 ആൻഡ് R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനെ സീരീസ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒന്ന് കണക്ട് ചെയ്തു, അതിന്റെ നെക്സ്റ്റ് ആയിട്ട്, അതായത് ഒന്നിനോടൊന്ന് ചേർത്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സീരീസ് കോമ്പിനേഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ, അതായത് ഒരു വെള്ളത്തിന്റെ ഒരു പൈപ്പ് എടുക്കുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പൈപ്പ് എടുത്തു, അടുത്ത പൈപ്പ് ഇതിനോട് നേരെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ പൈപ്പ് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേകത എന്താണ്? എത്രത്തോളം വെള്ളമാണോ വാട്ടർ കറന്റ്, ഫ്ലോ ഓഫ് വാട്ടർ എത്രയാണോ ഫസ്റ്റ് പൈപ്പിലൂടെ പോയത്, അത്രയും തന്നെ ആയിരിക്കും സെക്കൻഡ് പൈപ്പിലൂടെയും തേർഡ് പൈപ്പിലൂടെയും ഫോർത്ത് പൈപ്പിലൂടെ ഒക്കെ കടന്നു പോകാൻ പോകുന്നത്, അല്ലെ? ഇനി ഈ പൈപ്പിനെ നമ്മളൊന്ന് ബെൻഡ് ചെയ്തിട്ട്, ഇത് ഫസ്റ്റ് പൈപ്പ്, ഈ രണ്ടാമത്തെ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തു, മൂന്നാമത്തെ പൈപ്പ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇതിനെ നമുക്ക് എന്ത് പറയാം? സീരീസ് തന്നെയാണ് പറയുന്നത്, റൈറ്റ്? ഇതും സീരീസ് തന്നെയാണ്, ജസ്റ്റ് ഒരു ബെൻഡ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഷേപ്പ് നോക്കിയിട്ട് നമ്മൾ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ഡിഫൈൻ ചെയ്യരുത്. ഐ മീൻ ടു സേ, ഇത് ഒരു റെസിസ്റ്റർ,
ഇനി ഇങ്ങനെ കണക്ട് ചെയ്തു. ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ തന്നെയാണ്. അതായത് ഒരു റെസിസ്റ്റർ അതിന്റെ ഒരു എൻഡിൽ നിന്ന് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആണ്. അത് നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് പാരലൽ കോമ്പിനേഷൻ വരയ്ക്കാന്നുള്ളത്. അപ്പോൾ വൺ ആഫ്റ്റർ ദ അതർ, ഒരു എൻഡിൽ നിന്ന് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തു, രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ എൻഡിൽ നിന്നും അടുത്ത മൂന്നാമത്തെ റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. ആൻഡ് വി ആർ കണക്ടിങ് a key for allowing or disconnecting the flow of current. Potential difference V ആണ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കുക. So let R1, R2 and R3 be the individual resistors connected in series to a potential difference V. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത is current flowing through each of the resistor will be the same. അതായത് ഇവിടെ നിന്ന് ഈ ബാറ്ററിയിൽ നിന്ന് I എന്ന് പറയുന്ന കറണ്ട് ആണ് ഫ്ലോ. കറണ്ടിന്റെ ഡയറക്ഷൻ എല്ലാവർക്കും അറിയാലോ, പോസിറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കണം. If I is the current drawn from the battery, that same current I will be flowing through all the resistors and will be coming back as I itself to the negative terminal of the battery. അപ്പൊ സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത ഇത് ഓർത്ത് വെക്കണം. ഡെറിവേഷന് വേണ്ടി മാത്രമല്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തും മനസ്സിലാക്കുന്ന ഒരു കാര്യം, സീരീസ് കോമ്പിനേഷൻ when resistors are connected in series, current flowing through each of the resistor is going to be the same. Current I will remain the same. Okay, current same ആണെങ്കിൽ potential difference is going to be different. Okay, potential difference will be different. Current flowing through each of the resistor will be the same, whereas potential difference will be different. ഈ R1 ലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് V1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, R2 ലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ we can mark it as V2, and R3 ലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? V3 എന്ന് മാർക്ക് ചെയ്യാം. Okay, അപ്പൊ current will be the same, whereas potential difference will be different through each of the resistor. അതാണ് സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ V എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്ത ടോട്ടൽ പൊട്ടൻഷ്യൽ. അതാണ് V1, V2, V3 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയത്. അപ്പൊ what we can write is V is the applied potential which is split into V1, V2 and V3. So V is equal to V1 plus V2 plus V3 എന്ന് എഴുതാം. Right? Ohm's law അനുസരിച്ച്, what is Ohm's law states? V is equal to I into R. Right? അപ്പൊ Ohm's law അനുസരിച്ച് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടോട്ടൽ കറന്റ്. ടോട്ടൽ കറന്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്? I എന്നാണ് കൊടുക്കുന്നത്. I is the current, total current drawn from the battery, and that same current is flowing through each of the resistors. അപ്പൊ V എന്ന് പറയുന്നത് I into R ആണ്. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് എഴുതുമ്പോൾ ടോട്ടൽ കറന്റ് into ടോട്ടൽ റെസിസ്റ്റൻസ്, let me write it as RS, to represent total resistance of the combination. Series combination കാണിക്കാനാണ് ഞാൻ RS എന്ന് എഴുതിയത് കേട്ടോ. അപ്പൊ I into RS എന്ന് എഴുതാം, which is equal to V1 എന്ന് പറയുമ്പോൾ, actually what is V1? V1 is the current flowing, V is I into R, right? So V1 means product of current flowing through this into R1. Current flowing through R1 is what? I1 അല്ല, എന്താണ്? I ആണ്. കാരണം current flowing through each of the resistors is the same. അപ്പൊ നമുക്ക് I1 R1 എഴുതേണ്ട കാര്യമില്ല. എന്ത് എഴുതിയാൽ മതി? I into R1 എഴുതിയാൽ മതി, because current is same through all the resistors when connected in series, right? So V1 പകരം I R1 എഴുതി, plus V2 പകരം I R2 plus V3 പകരം I R3 എഴുതി. നമ്മളുടെ ഡെറിവേഷൻ കഴിഞ്ഞു കേട്ടോ. എന്താ കഴിയുന്നത്? ഇവിടുന്ന് I എന്നുള്ളത് കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ it becomes R1 plus R2 plus R3, റൈറ്റ്? അപ്പൊ ഈ I-യും ഇവിടെ കട്ടായി പോയി. We are getting the equation for series combination of resistor as R1 plus R2 plus R3. ഇത് നമ്മള് 3 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആൻസർ കിട്ടിയത്. ഇനി 3-ൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? RS is equal to R1 plus R2 plus R3 plus etc. എത്ര റെസിസ്റ്റർ ഉണ്ടോ അതിനെല്ലാത്തിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ് ടു Rn വരെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. അപ്പോ എത്രത്തോളം നമ്മൾ 3 വെച്ചിട്ടാണ് ഡെറിവേഷൻ ചെയ്തതെന്നുണ്ടെങ്കിലും this can be applied to any number of resistors connected in series. R is equal to R1 plus R2 plus R3 plus etc. plus Rn എഴുതാം. ഓക്കെ, ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസ്, ഓക്കെ, പലപ്പോഴും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്.
if n identical resistors are connected in series, identical resistors എന്ന് വെച്ചാൽ എന്താ, എല്ലാത്തിന്റെ വാല്യൂ R തന്നെയാണ്. ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ അതിനും തിരിച്ച് R1 R2 എന്ന് എഴുതാൻ പാടില്ല, റൈറ്റ്? R R R R എന്നാണ് എഴുതുന്നത്. ഓക്കെ, if n such identical n number of identical resistors are connected in series, effective resistance എന്താ വരുന്നത്? R plus R plus R plus ഇങ്ങനെ നമുക്ക് എഴുതി പോവാം. അപ്പോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 2R എന്ന് എഴുതാം, മൂന്നെണ്ണം ഉണ്ടെങ്കിൽ 3R എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? R is equal to n into R എന്ന് എഴുതാം. അതായത് 10 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്, ഈച്ച് ഹാവിംഗ് 5 ohm resistors, 5 ohm resistance are connected in series. What is effective resistance ചോദിച്ചാൽ 10 into 5 which is 50 ohm എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. If n identical resistors are connected in series, effective resistance will be equal to n into R. Okay, n into R എന്നാണ് effective resistanceന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്, പക്ഷെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സീരീസ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇസ് ദ സെയിം, potential difference is not going to be same, it is going to be different. Potential difference different ആയിട്ടാണ് വരിക. Okay, final formula of effective resistance is R1 plus R2 plus etc. ഇനി n identical resistors connected in series ആണെങ്കിൽ effective resistance is going to be n into R. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടെ അടുപ്പിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കണ്ട. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പഠിക്കാം. ഓക്കെ, ടേക്ക് കെയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കൂ കേട്ടോ.